ഹാപ്പി ഗാർഡനിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് വരുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയെന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ മാത്രമേ ഈ ചാനലിൽ വരുന്ന പുത്തൻ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി നിമിഷനേരം കൊണ്ട് അറിയാൻ സാധിക്കൂ. ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ വല്ലാതെ വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇൻഡോർ പ്ലാന്റ്സിനെ കുറിച്ച് തന്നെ ആക്കാമെന്ന് വിചാരിക്കുന്നു. വീട്ടിൽ വളർത്താൻ പറ്റിയ കുറച്ച് ഇൻഡോർ പ്ലാന്റ്സിനെയാണ് പരിചയപ്പെടുത്തുന്നത്. കൂടാതെ നമുക്ക് വരും ദിവസങ്ങളിലൊക്കെ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സ് എങ്ങനെ നന്നായിട്ട് കെയർ ചെയ്യാം, ഇൻഡോർ പ്ലാന്റ്സ് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ ബുഷിയായിട്ട് നല്ല ആരോഗ്യത്തോടു കൂടി ചെടികൾ വളർത്തിയെടുക്കാം എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് വീഡിയോ ചെയ്യാം. പൊതുവെ പ്രത്യേകിച്ച് കെയർ ഒന്നും വല്ല കൊടുത്തിട്ടില്ലെങ്കിലും നല്ല രീതിയിൽ വളർന്ന് അതിജീവിക്കാൻ കഴിയുന്ന ചെടികളാണ് നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് കൊണ്ടു നടക്കാറ്. എന്നാലും നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. അതൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെ ഫെർട്ടിലൈസർ നമുക്ക് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കണം എന്നതിനെ കുറിച്ചൊന്നും അധിക പേർക്ക് വല്ലാതെ അറിയാറില്ല. ഒറ്റയ്ക്ക് പേരും ഔട്ട്ഡോർ പ്ലാന്റ്സിന് കൊടുക്കുന്ന അതേ ഫെർട്ടിലൈസർ തന്നെയാണ് ഇൻഡോർ പ്ലാന്റ്സിന് കൊടുക്കാറ്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ നമുക്ക് വരും വീഡിയോയിലൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇന്നത്തെ വീഡിയോ നമുക്ക് കുറച്ച് ഇൻഡോർ പ്ലാന്റ്സ് പരിചയപ്പെടാം, അവയുടെ കുറച്ച് പ്രത്യേകതകളും നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പരിചയപ്പെടാൻ പോകുന്ന ചെടി അഗ്ലോണിമയാണ്. അഗ്ലോണിമയുടെ പ്രത്യേകത വളരെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഒരിക്കലും വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളിലേക്ക് വെള്ളം കൊടുത്തിട്ടില്ലെങ്കിലും ചെടിക്ക് യാതൊരു വിധത്തിൽ ഡാമേജും പറ്റാതെ നന്നായിട്ട് അതിജീവിക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ്. പിന്നെ ഇതിന്റെ മറ്റൊരു പ്രത്യേകത മീഡിയം ലൈറ്റിലും ഒരു മോഡറേറ്റ് ലൈറ്റിലും പിന്നെ ഒരു ബ്രൈറ്റ് ലൈറ്റിലൊക്കെ നമുക്ക് ഈ അഗ്ലോണിമ നന്നായിട്ട് വളർത്താൻ പറ്റും. ഒരു മോഡറേറ്റ് ലൈറ്റിൽ ഒരു മീഡിയം ലൈറ്റിലൊക്കെ വെക്കുമ്പോഴാണ് നന്നായിട്ട് കളർ വരുന്നത്. കളർ വേരിയേഷൻസ് നന്നായിട്ട് പ്രകടിപ്പിക്കുന്നത് ഒരു മീഡിയം ലൈറ്റിൽ വെക്കുമ്പോഴാണ്. എന്നാലും നമുക്ക് ഏത് വെളിച്ചത്തിന്റെ കാലാവസ്ഥയിൽ നമുക്ക് നന്നായിട്ട് വളർത്താൻ പറ്റിയ ഇൻഡോർ പ്ലാന്റ് ആണ് അഗ്ലോണിമ. അടുത്ത ചെടി സ്വീറ്റ് ഹാർട്ട് പ്ലാന്റ് ആണ്. നമ്മുടെ ഹൃദയത്തിന്റെ ഷേപ്പുള്ള രസകരമായിട്ടുള്ള ഇലകൾ വരുന്ന ഒരു ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വെള്ളം കൊടുത്താൽ മതി. ഇൻഡോർ ഒക്കെ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ വളരെ രസമാണ് കാണാൻ. പ്രത്യേകിച്ച് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു സംഭവമാണെന്ന് വിചാരിച്ചു പോകും. അങ്ങനത്തെ ഒരു പ്രത്യേക ഷേപ്പും ഒരു ആകർഷിക്കുന്ന ഒരു നിറവും ഒക്കെയാണ്. ഒരു പച്ചപ്പ് കലർന്ന നല്ല ഒരു ബ്രൈറ്റ് കളറൊക്കെയാണ്. ഇതിന്റെ ഇലകളൊക്കെയാണ് നമ്മൾ നടാൻ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ വാങ്ങുമ്പോൾ ഇതിന്റെ ഇലകളായിട്ടോ അല്ലെങ്കിൽ ചെറിയ തയ്യകായിട്ടാണ് കിട്ടുക. കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ചെടിയാണ്. നമ്മുടെ ജനാലയ്ക്ക് അടുത്തും ബെഡ്റൂമിലൊക്കെ വെക്കാൻ പറ്റിയ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണ് ഈ സ്വീറ്റ് ഹാർട്ട് പ്ലാന്റ്. ഇതിന് മറ്റൊരു പേരുണ്ട്, ഹോയ കേരി എന്നൊരു പേരുണ്ട്. അടുത്ത ചെടി സ്റ്റാഗ് ഹോൺ ഫേൺ ആണ്. ഫേൺ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ പല രീതിയിലുള്ള ഫേണുകളും കണ്ടിട്ടായിരിക്കും, പന്നൽ ചെടികൾ കണ്ടിട്ടായിരിക്കും. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പന്നൽ ചെടിയാണ്. മാൻകൊമ്പിനോട് സാദൃശ്യമുള്ള ഇലകളാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമുക്ക് വെട്ടികൾ കണ്ടെങ്കിൽ വളരെ മനോഹരമാക്കാൻ ആഡ് ചെയ്യാവുന്ന ഒരു ഫേൺ വർഗ്ഗമാണിത്. പന്നൽ ചെടി വളരെ സ്ലോ ഗ്രോത്ത് ആണ്. നല്ലൊരു പ്രായപൂർത്തി എത്തിയ ഒരു ചെടിക്ക് അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ ഇൻഡോർ ആയിട്ട് നമുക്ക് ബെഡ്റൂമിലും അല്ലെങ്കിൽ ഡൈനിങ് ഹാളിലൊക്കെ വെക്കാൻ പറ്റിയൊരു നല്ലൊരു വെറൈറ്റിയാണ് സ്റ്റാഗ് ഹോൺ. നമ്മുടെ ക്രിയേറ്റിവിറ്റിയാണ് സ്റ്റാഗ് ഹോൺ കൂടുതൽ മനോഹരമാക്കുന്നത്. അടുത്ത ചെടി ക്രോക്കഡൈൽ ഫേൺ ആണ്. ക്രോക്കഡൈൽ ഫേൺ മറ്റുള്ള ഫേണുകളെ മറ്റ് ഇലച്ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഒരു ക്രോക്കഡൈൽ ടെക്സ്ചർ ആണ്. ഇതിന്റെ ഇലകളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള വരകൾ കട്ടിങ്സ് കണ്ടു കഴിഞ്ഞാൽ ആ ഒരു മുതലയോട് തൊലിയോട് സാദൃശ്യമുള്ള കുറെ ടെക്സ്ചറാണ് ഇതിനെ മറ്റുള്ള ഫേണുകളിൽ നിന്നും ഒക്കെ വ്യത്യസ്തമാക്കുന്നത്. ഒരു പാമ്പിന്റെ തൊലിയോട് ആണ് എനിക്ക് കൂടുതൽ സാദൃശ്യം തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ചെടി നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ചെറിയ കൂടലേക്കാക്കി നമുക്ക് ഇൻഡോർ ആയിട്ട് വെക്കാൻ പറ്റും. ഇൻഡോർ ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ആകർഷണമാണ് ഇതിനുണ്ടാവുക. ചെടികളെ ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ അധികം കണ്ടിട്ടില്ലാത്തൊരു വെറൈറ്റി തന്നെയാണ് ക്രോക്കഡൈൽ ഫേൺ എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ചെടിയാണ് പില്ലിയ. പില്ലിയ ചെടിയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇലകളാണ്. ഇലകൾ മറ്റുള്ള ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ആമ്പലിനോട് സാദൃശ്യമായിട്ടുള്ള ഇലകളാണ്. വളരെ വ്യത്യസ്തമായിട്ടുള്ള ഇലകളാണ് ഇത് വളരെ മനോഹരമാക്കുന്നത്. ഈ ചെടി നമുക്ക് ഇൻഡോർ ആയിട്ട് വളരെ എളുപ്പത്തിൽ വളർത്താൻ പറ്റും ഞാൻ പറയില്ല. കാരണം കുറച്ചൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചെടിയാണിത്. വളരെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നശിച്ചു പോകുന്ന ഒരു ചെടി. നമുക്ക് വെള്ളം ഒഴിക്കുമ്പോഴാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം ഓവർ ആവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വെള്ളം അധികം നേരം ഈ ചെടിയിൽ കെട്ടിക്കിടന്ന് കഴിഞ്ഞാൽ ചെടി പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതുകൊണ്ട് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ടും സ്പ്രേ ചെയ്ത് കൊടുക്കുക, അങ്ങനെ വളരെ കെയർ ചെയ്യേണ്ട ഒരു ചെടിയാണ് പില്ലിയ. ഏറ്റവും അവസാനത്തെ ചെടി എയർ പ്ലാന്റ് ആണ്. എയർ പ്ലാന്റിനെ മറ്റു ചെടികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് ഇതിന്റെ ഒരു ഘടന തന്നെയാണ്. ഈ ചെടിക്ക് മണ്ണിന്റെ തീരെ ആവശ്യമില്ല. നമുക്ക് വായുവിൽ കെട്ടിത്തൂക്കിയിടാനും വളരെ രസകരമായിട്ട് നമുക്ക് പോട്ടിലൊക്കെ അലങ്കാരികമായിട്ട് വെക്കാനൊക്കെ വളരെ നല്ലൊരു ചെടിയാണ് എയർ പ്ലാന്റ്. മണ്ണ് വേണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ ഇതിന് എങ്ങനെയാണ് വളവും വെള്ളം കൊടുക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിത് 10 ദിവസം കൂടുമ്പോഴോ അല്ലെങ്കിൽ ഒരു ആഴ്ച കൂടുമ്പോഴൊക്കെ വെള്ളത്തിൽ ഒരു 2 മണിക്കൂർ വരെ മുക്കി വെക്കാറാണ് പതിവ്. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മോയ്സ്ചറെല്ലാം വലിച്ചെടുത്തിട്ട് അങ്ങനെയാണ് ഈ ചെടി ആഹാരം കണ്ടെത്തുന്നത്. നമുക്ക് നേരിട്ട് മണ്ണിലേക്ക് നടേണ്ട ഒരു ചെടിയല്ല ഇത്. വളരെ രസകരവും വളരെ കൗതുകം ഉണർത്തുന്ന ചെടിയാണ് എയർ പ്ലാന്റ്. അപ്പം പറ്റുമെങ്കിൽ ഈ ചെടികളൊക്കെ ഒന്ന് വാങ്ങി വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പം നാളെ മറ്റൊരു വിഷയമായിട്ട് വരാം. അപ്പോൾ അതുവരെ ബൈ.